ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നോമ്പുകാലത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പിന്റെ വഴിയിൽ, കുരിശിന്റെ വഴിയിൽ കണ്ടുമുട്ടുന്ന നമ്മളധികം ഒന്നും ധ്യാനിക്കാത്ത ഒരു വ്യക്തിനെ കുറിച്ച് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കാം. നിക്കോദേമോസ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഞാൻ പേര് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ നിക്കോദേമോസിനെ കുറിച്ചുള്ള ചിന്തകൾ ഓടി വന്നിട്ടുണ്ടാവും. ഒരു രാത്രിയിൽ ഈശോയുടെ അരിയിലേക്ക് കടന്നു വന്ന് മാമോദീസായെ കുറിച്ച് സംസാരിച്ചു പോയ വ്യക്തിയാണ് നിക്കോദേമോസ്. അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ മനുഷ്യൻ എങ്ങനെ സാധിക്കുക എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഈശോയുടെ അരികിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നുപോയ വ്യക്തി. രാത്രി വന്നു, എന്നാൽ പ്രകാശത്തിലേക്ക് നേരം വെളുത്തിട്ട് കടന്നുപോയ വ്യക്തി നിക്കോദേമോസ്. ഒരു രാത്രി മുഴുവൻ ഈശോയുടെ കൂടെ ഇരുന്നു. പിന്നെ നിക്കോദേമോസിനെ കുറിച്ച് അധികമൊന്നും നമ്മൾ കേൾക്കുന്നില്ല. പക്ഷെ കുരിശിന്റെ വഴിയുടെ അവസാന രംഗത്ത് കർത്താവിന്റെ മരണശേഷം അവനെ കുരിശിൽ നിന്നും ഇറക്കുന്ന സമയമായപ്പോൾ അരിമത്യാക്കാരൻ ജോസഫിന്റെ ഒപ്പം വന്നത് നിക്കോദേമോസാണ്. നിക്കോദേമോസ് അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഒരു മധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കർത്താവിന്റെ ജീവിതത്തിലെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ കർത്താവിനെ ആരും സഹായിക്കാനില്ലെന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് നിക്കോദേമോസ് ഓടി രംഗത്ത് വരികയാണ്. അത്രയും നാൾ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്നവൻ പരസ്യ ശിഷ്യനായിട്ട് മാറുകയാണ്. അപ്പോൾ നിക്കോദേമോസിന്റെ ഈ ഒരു സ്വഭാവവിശേഷം ഈ നോമ്പുകാലത്ത് നമുക്ക് സ്വന്തമാക്കണ്ടേ? ആർക്ക് എന്ത് അപകടം പറ്റിയെന്ന് കണ്ടാലും, ആരും ഒരു സഹായിക്കാനില്ലാത്ത ആരെ കണ്ടാലും ഓടി ചെന്നൊന്ന് സഹായിക്കാൻ ഈശോയുടെ നാമത്തെ പ്രതി അത് ചെയ്യാൻ നിക്കോദേമോസിന്റെ ഈ ഒരു മാതൃക നമുക്ക് വലിയ പ്രചോദനമാകട്ടെ. ആമീൻ.